ശ്രീ രാജേഷ് ചിറപ്പാട് ഒരു ഇടത് അനുഭാവമുള്ള കുടുംബമായിരുന്നു. അതിൽ വിശ്വാസമർപ്പിച്ചായിരുന്നു അവർ ആദ്യഘട്ടങ്ങളിലൊക്കെയും നിന്നത്. അവരുടെ പ്രതികരണം പോലും അത്രമാത്രം പരിമിതമായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ പോലും അവർ ആ രീതിയിൽ മാധ്യമങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് സമീപനം. ഞാൻ ഇന്നും ഈ ചർച്ചയുടെ ഭാഗമാകാൻ ആ കുടുംബത്തിലെ പലരെയും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ മാധ്യമ ചർച്ചകൾക്കോ അങ്ങനെയുള്ള സമീപനമൊന്നും ഒരു കാലത്തും അവർ സ്വീകരിച്ചിരുന്നില്ല. അവർക്ക് ആദ്യഘട്ടത്തിൽ വിശ്വാസമായിരുന്നു, പക്ഷേ ആ വിശ്വാസം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വന്നു. അത് അവർ ചൂണ്ടിക്കാട്ടി, അത് അധികൃതരെയാണ് ചൂണ്ടിക്കാട്ടിയത്. CBI അന്വേഷണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുന്നു. ആ ഘട്ടങ്ങളിലൊന്നും ആ കുടുംബത്തിനോടൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ CBI അന്വേഷണ നീക്കം പുതിയ സർക്കാർ പുറപ്പെടുവിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് ആരോപിക്കുക കൂടി ചെയ്യുന്നു. അതെന്ത് നിലപാടാണ്? കുടുംബത്തോടൊപ്പം നിന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ആ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. അവരുടെ ദുഃഖത്തിലും വേദനയിലും ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും. പക്ഷേ ഇതിനകത്ത് സംഭവിച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ മുന്നോട്ട് പോയ ഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി CBI അന്വേഷണം ആവശ്യമുണ്ട്. ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന നിലയിൽ ആ കുടുംബത്തിൽ നിന്ന് പരാതികൾ ഉയർന്നു വരികയും അതിൻ്റെ ഭാഗമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടത് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ വിഷയത്തിൽ പോലീസിന് വിശ്വാസമെടുക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണ്, അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തൃപ്തികരം. ഇതിൻ്റെ രാഷ്ട്രീയമായ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പം സഖാവ് കണ്ണൂർ ജില്ലാ CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും സമന്നതനായ നേതാവ് സഖാവ് MV ജയരാജനും മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ തന്നെ അത് വളരെ കൃത്യമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അവർ സംസാരിച്ചത്. ആ കാര്യത്തിൽ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അപ്പം സഖാവ് KK രാഗേഷ് ചോദിച്ച വളരെ കൃത്യമായൊരു ചോദ്യമാണ്. വളരെ കൃത്യമാണത്. ഇവിടെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇവിടെ മറ്റ് ക്രൈംബ്രാഞ്ച് പലതരത്തിലുള്ള അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ഈ അന്വേഷണ ഏജൻസികളിലൊന്നും വിശ്വാസമില്ലാതെ CBIയിലേക്ക് പോകുന്നു, കേസ് വിടുന്നു. CBI കേസ് ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. അതിപ്പം നമുക്ക് അറിയില്ല. എനിക്കതിൻ്റെ ആഴത്തിലുള്ള നിയമവശങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇപ്പം നേരത്തെ ബഹുമാന്യായ അഡ്വക്കേറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കം ഈ CBI അന്വേഷിക്കേണ്ടതില്ല, കേരളത്തിലുള്ള ഏജൻസികൾ ഒരു പോലീസ് സംവിധാനം അന്വേഷിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം. അപ്പം ഇത് CBIയിലേക്ക് ഈ കേസ് വിടുക. അപ്പം നിലവിലുള്ള മറ്റ് ഏജൻസികളെ, കേരളത്തിൽ പോലീസ് മാത്രമല്ല പലതരത്തിലുള്ള ഏജൻസികളുണ്ട്. അപ്പം ക്രൈംബ്രാഞ്ച് അടക്കമുള്ള, അപ്പം ഇങ്ങനെയുള്ള ഏജൻസികളെയൊന്നും വിശ്വാസമില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. അപ്പം അത് ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന് രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം പിന്നെ UDF എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയമായി ഇതിനകത്ത് മുതലെടുപ്പുകളുണ്ടാക്കാം. ഇപ്പോൾ CBIനെ ഇപ്പം EDയുടെ വരവൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ED എങ്ങനെയാണ്, എന്തിനാണ് രാജേഷ് ചിറപ്പാട് അതിലേക്കൊക്കെ ഇതിനെ വലിച്ചു കെട്ടുന്നത്? ഈ കുടുംബത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. അതവർ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല, അവരുടെ ഏതെങ്കിലും വൈകാരികമായ ഒരു പ്രതികരണമല്ല. അവർ 30-ലധികം വീഴ്ചകൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർക്ക് സംശയങ്ങളുണ്ട്, അതിൽ മറുപടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി അക്കാര്യങ്ങളിൽ പുനരന്വേഷണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നതല്ല. ഇതിൻ്റെ അത് രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. CBI അന്വേഷണം ഏത് ഏജൻസികളുണ്ട് അന്വേഷിക്കണമെന്നൊക്കെ ആർക്കും ആവശ്യപ്പെടാം. അപ്പോൾ അവർക്ക് ഈ അന്വേഷണം തൃപ്തികരമല്ലെന്നൊക്കെ പറയാം. അതിലൊന്നും നമ്മൾ ഒന്നും എതിര് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ രീതിയിൽ ഇടപെടേണ്ടി വരുന്നത്. അല്ലാതെ ആ കുടുംബത്തോടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ PP ദിവ്യ എന്ന് പറയുന്ന സഖാവ് അല്ലെങ്കിൽ പിന്നെ PP ദിവ്യയാണ് ഇതിൻ്റെ അകത്ത് ഏക പ്രതിയായിട്ട് വരുന്നിരിക്കുന്നത്. അവർ ഏതെങ്കിലും തരത്തിലൊരു ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതായിട്ട് എനിക്കറിയാൻ മേല. അപ്പോൾ ഇത് CBI കൊണ്ട് അന്വേഷിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് പരിധിവരെ അത് പോകും? ഒരുപക്ഷെ അത് ഗുണകരമായിട്ട് വരാനാണ് ഒരുപക്ഷെ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഗുണകരമായിട്ട് അതെ, PP ദിവ്യയ്ക്ക് ഗുണകരമായിട്ട് വരും താങ്കൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട കാര്യമില്ലല്ലോ, ഇരവാദം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു അന്വേഷണത്തിന് ഉത്തരവ് വിടുമ്പോൾ തന്നെ എന്തിനാണ് ഈ ഭയപ്പാട് CPM-ന്? ആര് ഭയക്കുന്നു? ഭയപ്പാടിൻ്റെ ഭാഷയിലല്ലല്ലോ സംസാരിച്ചത്.
CBI അവസാന വാക്കല്ലെന്നല്ലേ ജയരാജൻ പറഞ്ഞത്. CBI ഒന്നും അവസാന വാക്കല്ല. മാത്രമല്ല ED, CBI പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, പിന്നെ CBI ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളെല്ലാം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് വേണ്ടി ഉള്ള ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ആ ഒരു ആശങ്ക പങ്കുവെച്ചതാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. ഇതിന് എന്ത് ചെയ്യുന്നു? UDF കൂട്ടി നിൽക്കുന്നു. UDF വേണമെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കാമല്ലോ. അതിന് ക്രൈംബ്രാഞ്ച് എന്നാ മോശമാണോ? കേരളത്തിലെ ക്രൈംബ്രാഞ്ച് മോശമാണോ? ആ കുടുംബത്തിന്റെ വികാരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അവർ ക്ഷമയോടുകൂടി കാത്തിരുന്നു. പക്ഷേ ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പല വീഴ്ചകളും. ആരുടെയാണ് ഈ വിവാദമായ പെട്രോൾ പമ്പ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ആരാണ് ആ യഥാർത്ഥ ഉടമ എന്ന കാര്യത്തിൽ? ഇല്ലല്ലോ. ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുമില്ല. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റവന്യൂ രേഖകൾ ഇല്ലാതാകുന്നത്? കുടുംബം ഉന്നയിക്കുന്ന മറ്റ് പല സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്, പല റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പുനരന്വേഷണം പറയുമ്പോൾ പോലും PP ദിവ്യയുടെ കോൾ റെക്കോർഡ്സ് പോലും ഇല്ല എന്ന് അന്വേഷണ സംഘം പറയുന്നത് എന്തുകൊണ്ടാണ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? അല്ല, ഏതായാലും PP ദിവ്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ PP ദിവ്യ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വിചാരണ നേരിടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇടതുപക്ഷത്തിനും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ അദ്ദേഹം അവരൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവർ രാജിവെക്കേണ്ടതായ ഒരു നിലയുണ്ടായി, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ആരെയും പിന്നെ ഈ പറഞ്ഞ പോലെ ആരെയും പ്രത്യേകമായി രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഷയമല്ലത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ, PP ദിവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി CPM ആരും ഇവിടെ കൂടാലോചന നടത്തുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അത് അതിൻ്റേതായ വഴിക്ക് പോട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം. ഈ ED കേരളത്തിൽ വന്ന് പിന്നെ ഇപ്പോഴത്തെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകളെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി വരികയും അത് യഥാർത്ഥത്തിൽ ആരെയാണ് വേട്ടയാടുന്നത്? പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സീനിയറായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് വേട്ടയാടുന്നത്. അങ്ങനെ ഇത് ഒരു ചട്ടവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കാണ് സംശയിക്കുന്നത്? ഇതിൻ്റെ ഇന്ത്യയിലെ ഈ നിയമ സംവിധാനങ്ങളെയും ഈ പറഞ്ഞ എല്ലാം പലതരത്തിലുള്ള ഏജൻസികളെയെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യ നമ്മുടെ ഭരണഘടനയ്ക്കും എല്ലാം വിരുദ്ധമായി നിന്നുകൊണ്ട് അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് യൂണിയൻ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് നമുക്ക് എത്ര കാലമായിട്ട് അറിയാവുന്നതാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വേട്ടയാടൽ സാധ്യത, അതിൻ്റെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് UDFകാർ കൂട്ടു നിൽക്കരുത്. UDFകാർ ഇതിന് കൂട്ടു നിൽക്കുന്നു. അല്ലാതെ ആ കുടുംബത്തിൻ്റെ വേദനകളും ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല. ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് നീതി കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ അയാൾ സ്വമേധയാ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് നമുക്ക് അന്വേഷണം അന്വേഷിച്ചല്ലോ. ഇത്രയും കാലം അന്വേഷിച്ചത് ഒന്നും അന്വേഷിച്ചില്ലെന്ന് പറയാൻ പാടില്ല. ഇത്ര കാലം അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി അവർ തന്നെയല്ലേ പോയത്. ഈ പറയുന്ന ബന്ധുക്കൾ തന്നെയാണ് പോയത്. നവീൻ ബാബുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരും അങ്ങനെയൊന്നും വലിച്ചഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ പറയുകയാണ്, നവീൻ ബാബുവിൻ്റെ പിന്നെ കുടുംബക്കാർ തന്നെയാണ് കോടതികളിൽ പോയത്. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വെറുതെ പറയില്ലല്ലോ. അത് നിരീക്ഷിച്ചതിന് ശേഷമുള്ളൊരു നിലപാടാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ UDFനെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കുക, CPIMനെ ഇല്ലാതാക്കുക, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക, അതിനുവേണ്ടി പലതരത്തിലുള്ള കൂട്ടുകെട്ടും. ഞാനിപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ വിഷയമായതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് ഇടതുപക്ഷത്തിന് എടുക്കേണ്ടി വരുന്നത്. ശരി. ഓക്കെ, എന്തായാലും കേന്ദ്ര ഏജൻസികളെ അല്ലെങ്കിൽ അതിനെ അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതികൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.